നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സുരേഷ് ചൈത്രമാണ്. നമുക്ക് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗി ആസ്വദിച്ചൊരു 2 വീലറിൽ യാത്ര നടത്തിയാലോ? എന്നാൽ അച്ചൻകോവിൽ കാനാൽപാതയിലൂടെ യാത്ര പോയാൽ സൂപ്പർ ആയിരിക്കും. ഇപ്പോൾ ചൂട് സമയമല്ലേ, ശാസ്താക്ഷേത്രമൊക്കെ സന്ദർശിച്ച് നല്ല കുളിയൊക്കെ പാസ്സാക്കി തിരിച്ചു വരാം. അപ്പോൾ അച്ചൻകോവിലേക്ക് പുല്ലൂരിൽ നിന്ന് യാത്ര ചെയ്താൽ അത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. മാത്രമല്ല പശ്ചിമഘട്ടത്തിന്റെ സൗന്ദര്യം ഏറെ ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ അച്ചൻകോവിലേക്ക് പോകുന്നത് പുനലൂരിൽ നിന്നാണ്. പുനലൂരിൽ നിന്നും തൂക്കുവാരം കഴിഞ്ഞ് ഇടത്തോട് തിരിഞ്ഞ് നേരെ നമ്മൾ ചെല്ലുന്നത് അരിമുക്കിലാണ്. അരിമുക്കിൽ നിന്നും 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അച്ചൻകോവിൽ എത്താം. അപ്പോൾ കാഴ്ചകൾ സൂപ്പറാണ്, വൈബാണ്. ഏതായാലും നമ്മുടെ അച്ചൻകോവിൽ യാത്രയുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് തന്നിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, യാത്ര തുടങ്ങാം. അപ്പോൾ പുതിയതായി പോകുന്നവർക്കായി വഴി ഒന്ന് പറഞ്ഞു തരാം. പുനലൂർ നഗരത്തിൽ നിന്നും അരിമുക്കിൽ എത്തിച്ചേരുക, അതുവഴി കറവൂർ, മുല്ലുമല വഴി അച്ചൻകോവിൽ എത്താം. പുനലൂരിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യത്തെ 20 കിലോമീറ്റർ റോഡ് യാത്രാ യോഗ്യമാണ്. തെക്കൻ കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ റോഡിൽ റബ്ബർ തോട്ടങ്ങളാകാം കൂടുതലുണ്ടാവുക ആദ്യം കാണുമ്പോൾ. പിന്നീട് അങ്ങോട്ട് അത് വനമേഖലയായി മാറുന്നതായി കാണാം. സഞ്ചാരികൾക്ക് കാണാനാവുന്ന നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഗ്രാമങ്ങളെ മറികടന്ന് വനമേഖലയിൽ എത്തുമ്പോൾ കാഴ്ചകൾ അതീവ സുന്ദരവും മനോഹരവും ഒക്കെയായി മാറും. ഏതായാലും നല്ല കാഴ്ചകളാണ് അച്ചൻകോവിൽ യാത്രയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. നിബിഡ വനത്തിലൂടെ വേണം ഏകദേശം 15 കിലോമീറ്ററോളമുള്ള യാത്ര. കുറെ ദൂരം വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ റോഡിന് സമാന്തരമായി ഒരു നദി ഒഴുകുന്നത് കാണാം. ഇതാണ് പ്രശസ്തമായ അച്ചൻകോവിൽ ആറ്. അച്ചൻകോവിൽ ഗ്രാമത്തിലേക്കാണ് ഒരേ സമയം നദിയും റോഡും നീങ്ങുന്നത്. അതിനാൽ അച്ചൻകോവിലേക്കുള്ള വഴികാട്ടിയാണ് ഈ നദിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ റോഡിലൂടെ അത്രയധികം വാഹനങ്ങളൊന്നും ഉണ്ടാകാറില്ല. വല്ലപ്പോഴും ഓടുന്ന KSRTC ബസ്സുകൾ, ജീപ്പുകൾ, ഇവ കൂടാതെ വനംവകുപ്പിന്റെ വാഹനങ്ങൾ ഇവയൊക്കെ മാത്രമാണ് പോകുന്നത്. പിന്നെ അച്ചൻകോവിൽ ക്ഷേത്രം സന്ദർശിക്കാൻ പോകുന്ന ആളുകളെയും കാണുവാൻ കഴിയും. ഏതായാലും പുനലൂർ ചെങ്കോട്ട അച്ചൻകോവിൽ യാത്രയും നല്ലൊരു യാത്ര തന്നെയാണ് കേട്ടോ. വനത്തിലൂടെയുള്ള യാത്ര അത്ര പരിചയമില്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ മറ്റൊരു റോഡ് ഇതാണ്. ചെങ്കോട്ട വഴിയാണ് ഈ റോഡ് പോകുന്നത്. എന്നാൽ ഏകദേശം 75 കിലോമീറ്റർ യാത്ര ചെയ്യണം. പുനലൂരിൽ നിന്ന് 50 കിലോമീറ്റർ ആണ് ചെങ്കോട്ടയിലേക്കുള്ള ദൂരം. അവിടെ നിന്നും 25 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്ത് വേണം അച്ചൻകോവിലിൽ എത്താൻ. പുനലൂരിൽ നിന്നും അച്ചൻകോവിലേക്ക് ചെങ്കോട്ട വഴിയും മുല്ലുമല വഴിയും KSRTC ബസ് ഉണ്ട്. വൈകുന്നേരം 5:30 അച്ചൻകോവിൽ നിന്നും പുനലൂരിലേക്കുള്ള അവസാന ബസ് പുറപ്പെടുന്നത്. ചെങ്കോട്ട വഴിയാണ് ഈ ബസ് പുനലൂരിൽ എത്തുന്നത്. ഈ ബസ് മിസ്സായാൽ പിന്നെ പുനലൂരിൽ എത്താൻ ഏറെ ബുദ്ധിമുട്ടായിരിക്കും. അച്ചൻകോവിലെ കാഴ്ചകൾ മനോഹരമാണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലാണ് അച്ചൻകോവിൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ശാസ്താക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. കേരളത്തെ രക്ഷിക്കാൻ പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. കേരളത്തിലെ ഏറെ പ്രശസ്തമായ നദികളിൽ ഒന്നാണ് അച്ചൻകോവിലാർ. അച്ചൻകോവിൽ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ നദിക്ക് ആ പേര് ലഭിച്ചത്. പുണ്യനദിയായ പമ്പയുടെ ഒരു പോഷക നദിയാണ് അച്ചൻകോവിലാറ്. മണ്ഡലകാലത്ത് ഏറെ തിരക്കുള്ള ക്ഷേത്രമാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. മലയാളികളെക്കാൾ തമിഴരാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതലായി എത്താറുള്ളത്. പാമ്പ് കടിയേറ്റവർക്ക് മരുന്നായി ഇവിടുത്തെ തീർത്ഥമാണ് നൽകുന്നത് എന്ന് പറയുന്നുണ്ട്. പത്നിയോടൊപ്പം നിൽക്കുന്ന ശാസ്താവിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ക്ഷേത്രം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരും അറിയാമോ? മനോഹരമായ കോട്ടവാസൽ എത്തിച്ചേരും. പക്ഷെ കോട്ടവാസലിൽ നമുക്ക് കയറുവാനുള്ള അനുമതി ഇപ്പോൾ ഇല്ല. എങ്കിലും കാനനഭംഗി ഇഷ്ടം പോലെ ആസ്വദിച്ച് തന്നെ നമുക്ക് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെയാണ് അച്ചൻകോവിലേക്കുള്ള യാത്ര. കൂടാതെ കുംഭാവുരുട്ടിയും മല്ലാറുമൊക്കെ സന്ദർശിച്ച് അടിച്ചു പൊളിച്ചു പോകാം. KSRTC ബസ്സൊക്കെ ഇതുപോലെ പാഞ്ഞടക്കി പോകുന്നത് കാണാൻ ഒരു രസം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചകൾ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്രകൾ ഫോളോ ചെയ്യുന്നവർ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് പേജും സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്ക് പേജ് ഫോളോയും ചെയ്യണം. വളരെ മനോഹരമായ ചില ഇടങ്ങളുണ്ട്. മുളകൾ മാത്രം പിടിച്ചു നിൽക്കുന്ന കാഴ്ചകൾ യാത്രയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ശ്വസന വ്യവസ്ഥ തന്നെ മാറി വരും. അത്രയ്ക്ക് നല്ല ഒരു അന്തരീക്ഷവും ശുദ്ധമായ വായുവുമൊക്കെ ലഭിക്കുന്ന സ്ഥലമാണ് അച്ചൻകോവിലേക്കുള്ള യാത്രയിൽ നമുക്കുണ്ടാവുക. കാണാനും കേൾക്കാനും അതുപോലെ തന്നെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറിപ്പറ്റുവാനൊന്നും കഴിയില്ല. എങ്കിൽ തന്നെ ചിലരെയൊക്കെ നമുക്ക് വഴിയിൽ കാണാം. അവരോട് കുശലങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. കൊല്ലത്തിന്റെ സുന്ദരമായ വനമേഖലകളിൽ ഏറ്റവും പേരെടുത്ത് വന്നത് തന്നെയാണ് അച്ചൻകോവിൽ വനമേഖല. ആനകളുടെ ഒരു താവളമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇടതുവശത്തായി നമുക്ക് മെലിഞ്ഞൊഴുകുന്ന അച്ചൻകോവിൽ ആറിന്റെ സൗന്ദര്യവും കൊച്ചു കൊച്ചു പാലങ്ങളും ഒക്കെ കാണാം. കറവൂരും ഒക്കെ കഴിഞ്ഞ് നമുക്ക് പോകുമ്പോൾ നിബിഡ വനമേഖലയിൽ ഫോറസ്റ്റിന്റെ ഓഫീസുകളൊക്കെ കാണുവാൻ കഴിയും. മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർ കാൽനടയായി ശബരിമലയിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. ഇതുവഴി അവർ കോന്നി വഴി, എരുമേലി വഴി ആണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഇവിടൊക്കെ ആനകൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഏതൊക്കെയാലും കാഴ്ചകൾ
ഒരുപാട് കാഴ്ചകളുണ്ട്. വനത്തിന്റെ നിബിഡതയിൽ ഇങ്ങനെ ലയിച്ച് യാത്ര ചെയ്യാം. അത്യാവശ്യം കുളിക്കുവാൻ ചില സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് കുളിക്കുവാൻ വനം വകുപ്പിന്റെ അനുമതിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ മാത്രം നമുക്ക് ജലസ്നാനമൊക്കെ ചെയ്ത് നല്ല സുഖകരമായ ഒരു മുങ്ങലൊക്കെ നടത്തി മെയിൻ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി പോകാൻ കഴിയും. ഏതായാലും ഞങ്ങൾ ഇങ്ങനെ ടൂ വീലറിൽ നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വനങ്ങൾ എത്ര സുന്ദരമാണ്. പച്ചപ്പ് നിറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടി ഒരു യാത്ര, പ്രകൃതിയെ അറിഞ്ഞും മനുഷ്യനും പ്രകൃതിയുമായ ഇഴുകിച്ചേരലുമൊക്കെയായി ഒരു യാത്ര. ഒരു ചെറിയ യാത്രയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വലിയ കാഴ്ചകൾ കാണുവാൻ പറ്റുന്ന ഇടം തന്നെയാണ് അച്ചൻകോവിലേക്കുള്ള യാത്ര. കോട്ടവാസൽ വരെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു 5 മണി 6 മണിക്ക് മുമ്പൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും നല്ലത്. വൈകിട്ടാണ് ആനകളൊക്കെ ഇറങ്ങുന്ന സമയം. കാട്ടുപോത്തും ആനയും ഒക്കെ ധാരാളമുള്ള സ്ഥലമാണ്. അതുപോലെ അവർ വെള്ളം കുടിക്കുവാനൊക്കെ എത്തുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട്. എങ്കിലും ഒരു ചെറിയ സാഹസിക യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ അച്ചൻകോവിൽ യാത്ര വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും, വനത്തിനെ അറിയുവാൻ പറ്റും, പ്രകൃതിയുടെ ചലനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആനയൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്ന കാഴ്ചയാണ്. അത് രാവിലെയൊക്കെ ആന ഇറങ്ങിപ്പോകാറുണ്ട്. പക്ഷെ ആനകളൊന്നും ആരെയും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തേക്ക് പ്ലാന്റേഷനൊക്കെ വരുന്ന ഭാഗത്തൊക്കെയാണ് ഇവർക്ക് അപ്പുറവും ഇപ്പുറവും ഒക്കെ പോകാൻ കഴിയുക. ഏതായാലും ഒരുപാട് കാഴ്ചകൾ ഇനിയും ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി നിങ്ങളുടെ ഇന്ന് നിർത്താതെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കാഴ്ചകൾ കാണുക. അപ്പോൾ നമ്മുടെ വനക്കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല, നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി ഒരു കാഴ്ചയുമായി കാണാം. ഓക്കെ, ബൈ ബൈ.